തിരുവനന്തപുരത്ത് പ്രധാനമന്ത്രി മോദി ഇറക്കി പുത്തരിക്കണ്ടം മൈതാനത്ത് ബി.ജെ.പി. സംഘടിപ്പിച്ച വിശ്വാസ സുരക്ഷിത വികസിത കേരളം പരിപാടിയിൽ ഒരു കരച്ചിൽ മുഴങ്ങിക്കേട്ടോ. ഒന്നല്ല, നിങ്ങൾ രണ്ടെണ്ണം കേട്ട് കാണാം. ആദ്യത്തേത് നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ശ്രീലേഖ IPSന്റേത്. രണ്ടാമത്തെ പൊട്ടിക്കരച്ചിൽ പത്മജയുടേതായിരുന്നു. നാളിതുവരെ ബി.ജെ.പിയിൽ ഉറച്ചൊന്നിരിക്കാൻ പത്മജയെ കൊണ്ടായിട്ടില്ല. പരിഭവമുണ്ടെങ്കിലും അത് കോൺഗ്രസുകാർ ഏറ്റെടുത്ത് കളിയാക്കുമോ എന്ന ഭയം മൂലം മറച്ചു വെക്കാറാണ് പതിവ്. പരിപാടി കഴിഞ്ഞപ്പോൾ ശരിക്കും ഞെട്ടിയത് പത്മജ തന്നെയാണ്. മോദി വന്നു, എല്ലാവരെയും കണ്ട് തോളിൽ തട്ടി ചിരിച്ചു മടങ്ങി. പക്ഷെ നമ്മുടെ പത്മജ ഇവിടെ? ആ ചോദ്യം ബാക്കി നിർത്തി. ബി.ജെ.പിയുടെ തറവാട്ട് കാരണന്മാർ മുതൽ ഇന്നലെ വന്ന 2020 സാബു ജേക്കബ് വരെ മോദിക്കൊപ്പം മുൻനിരയിൽ വിലസി. രാജീവ് ചന്ദ്രശേഖരും ശോഭാ സുരേന്ദ്രനും കുമ്മനവും ഒക്കെ ചിരിച്ച് ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്തപ്പോൾ കേരള രാഷ്ട്രീയത്തിലെ ലീഡറുടെ മകൾക്ക് ഒരു കസേര പോലും കിട്ടിയില്ല. സദസ്സിൽ എവിടെയെങ്കിലും ഇരുന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അതിനും വ്യക്തതയില്ല. ചുരുക്കത്തിൽ പറഞ്ഞാൽ പാലം കടക്കുവോളം നാരായണ, പാലം കടന്നാൽ കൂരായണ എന്ന അവസ്ഥയിലാണ് ബി.ജെ.പി. ഇപ്പോൾ പത്മജയെ എത്തിച്ചിരിക്കുന്നത്. നേരത്തെ മുൻ IPS ഓഫീസർ R. ശ്രീലേഖ മോദിയുടെ വേദിയിൽ ആരും ശ്രദ്ധിക്കാതെ പരിങ്ങി നിന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. അതിന്റെ രണ്ടാം ഭാഗം ഇപ്പോൾ പത്മജയിലൂടെ ആവർത്തിച്ചിരിക്കുകയാണ്. 2024 വലിയ രീതിയിൽ കൊട്ടി ആഘോഷിച്ചാണ് ബി.ജെ.പിയിൽ പത്മജ ചെല്ലുന്നത്. വർഷം 2 കഴിഞ്ഞു കേട്ടോ. കിട്ടിയതോ ഒരു കടലാസ പദവി, ദേശീയ കൗൺസിൽ അംഗം. ഉപാധികളില്ലാതെയാണ് പാർട്ടിയിൽ ചേർന്നത് എന്ന് അന്ന് വീരവാദം മുഴക്കിയ പത്മജയ്ക്ക് ഇപ്പോൾ ബി.ജെ.പി. ശരിക്കും ഉപാധികൾ എന്താണെന്ന് കാണിച്ചു കൊടുക്കുന്നുണ്ട്. തൃശൂർ നിയമസഭാ സീറ്റ് സ്വപ്നം കണ്ട് ബി.ജെ.പിയിൽ ചേർന്ന പത്മജയ്ക്ക് ഇപ്പോൾ ചുവട് പിഴയ്ക്കുകയാണ്. സുരേഷ് ഗോപി MP ആയി ജയിച്ചതോടെ തൃശൂർ ഇപ്പോൾ ബി.ജെ.പി. നേതാക്കളുടെ കണ്ണിലെ പൊന്മുട്ടയിടുന്ന താറാവ് തന്നെയാണ്. അവിടെ കാലങ്ങളായി പണിയെടുത്ത പഴയ ബി.ജെ.പിക്കാർ നിലനിൽക്കുമ്പോൾ ഇന്നലെ വന്ന പത്മജയ്ക്ക് എന്തിന് സീറ്റ് കൊടുക്കണമെന്നാണ് അവരുടെ ചോദ്യം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തന്റെ ഇഷ്ടക്കാർക്ക് സീറ്റ് വാങ്ങി നൽകിയിട്ട് കോർപ്പറേഷനിൽ ബി.ജെ.പി 8 സീറ്റിൽ ഒതുക്കിയ ട്രാക്ക് റെക്കോർഡ് കൂടി വന്നതോടെ പത്മജയെ പാർട്ടിക്കാർക്ക് ഇപ്പോൾ പുച്ഛമാണ്. കേരള രാഷ്ട്രീയത്തിലെ സിംഹമായിരുന്ന K. കരുണാകരന്റെ മകൾ ഇന്ന് ബി.ജെ.പിയുടെ ഒരു വലിയ വേദിയിൽ കയറാൻ പോലും പെടാപ്പാട് പെടുന്നത് കാണുമ്പോൾ പഴയ കോൺഗ്രസുകാർ ഒരു പക്ഷേ ചിരിക്കുന്നുണ്ടാകാം. ബി.ജെ.പിയിൽ പോയാൽ രാജകീയ പരിഗണന കിട്ടുമെന്ന് കരുതിയ പത്മജയ്ക്ക് ഇപ്പോൾ സ്വന്തം വീട്ടിലും നാട്ടിലും ഒരുപോലെ അവഗണനയാണ്. ഇനിയും താമരത്തോണിയിൽ ഇരുന്നാൽ മറുകര കാണില്ല എന്ന് പത്മജയ്ക്ക് ബോധ്യമായി തുടങ്ങിയിട്ടുണ്ട്. ഒന്നുകിൽ എല്ലാം സഹിച്ച് ബി.ജെ.പിയുടെ മൂലയിൽ ഇരിക്കാം, അതല്ലെങ്കിൽ പഴയ പാളയത്തിലേക്ക് തിരിച്ചു വരാൻ നോക്കാം. പക്ഷെ അങ്ങോട്ടുള്ള വഴിയും ഇതിലും കഷ്ടമായിരിക്കും എന്ന് മാത്രം.